അപ്പോൾ എല്ലാവരും വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യുന്ന പോലെ ഞാൻ ഓർത്ത് വാട്ട്സ് ഇൻ മൈ പേഴ്സ് ചെയ്യാമെന്ന്. എന്നോട് ചോദിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഇതാണ് എൻ്റെ പേഴ്സ്. ഈ പേഴ്സ് മേടിച്ചിട്ട് ഒരു 10-15 കൊല്ലമായി കാണും. കാരണം ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെങ്ങാണ്ട് മേടിച്ചതാണ്. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള പേഴ്സാണ്. അതുകൊണ്ടാണ് ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനിയിപ്പം ഇതിനകത്ത് എന്തുവാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ പേഴ്സിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. ആദ്യത്തെ കളിക്കകത്ത് ഇതൊരു പേനയാണ് കേട്ടോ. ഈ പേന ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. കാരണം ഇത് വെച്ച് എഴുതിയാൽ നല്ല രസമാണ്. അതുകൊണ്ട് അങ്ങനെ അടിച്ചു മാറ്റിയ പേനയാണത്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ വല്യമ്മയുടെ ഫോട്ടോയാണ്. അമ്മയുടെ ഫോട്ടോ ഞാൻ എപ്പോഴും പേഴ്സിൽ വെക്കും. അതെനിക്കൊരു ധൈര്യമാണ്. അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ അമ്മ കേട്ടോ. പിന്നെ ഈ കളിക്കകത്ത് ഇത് ഒരു നൈക്കയുടെ ലിപ്സ്റ്റിക്കാണ്. ഈ നൈക്കയുടെ ലിപ്സ്റ്റിക്ക് ഇതിനെങ്ങാണ്ട് 600 സംതിങ് ആണ് വരുന്നത്. പക്ഷേ ഈ ലിപ്സ്റ്റിക്ക് ഇത്രേ ഉള്ളൂ എങ്കിലും ഭയങ്കര രസമുള്ളൊരു ഷെയ്ഡാണ്. ഏത് ഡ്രസ്സ് ഇട്ടാലും ഇത് ഇട്ട് കഴിയുമ്പം വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ്. ഇതെൻ്റെ ഫ്രണ്ട് അനു എനിക്ക് റെക്കമെൻഡ് ചെയ്ത സാധനമാണ്. അവളാണ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എന്നെ കൊണ്ട് മേടിപ്പിച്ച് എൻ്റെ കയ്യിലെ പൈസ കളയിപ്പിക്കുന്ന ഏക വ്യക്തി. പിന്നെ കുറച്ച് ചില്ലറയുണ്ട്. പിന്നെ എൻ്റെ സ്വന്തം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ പൈസ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കേട്ടോ. എൻ്റെ പൈസ ഇങ്ങനെ പേഴ്സ് നിറഞ്ഞിങ്ങനെ ഇരിക്കുന്നത്. എനിക്കിതാണ് ആകെയുള്ളൊരാഗ്രഹം. എപ്പോഴും എൻ്റെ ആവശ്യം, ഒത്തിരി പൈസയൊന്നും വേണ്ട, എൻ്റെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള പൈസ എപ്പോഴും എൻ്റെ കയ്യിൽ വേണം എന്നുള്ളത്. പിന്നെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ്. ഇതാണ് എന്തുവാ പറയുന്നത്, അതെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടോ. കാറും ബൈക്കും എല്ലാം ഉണ്ട് കേട്ടോ. ഇനി ഒരു ഹെവി ലൈസൻസും കൂടെ എടുക്കണം എന്നാണ് എൻ്റെ ഡ്രീം. അപ്പോൾ ഇത്രയാണ് എൻ്റെ പേഴ്സിനകത്തുള്ളത്. പിന്നെ ഏതാണ്ട് കടയിൽ നിന്ന് എങ്ങാണ്ട് പോയാൽ എന്തോ ചീട്ടോ. പിന്നെ ഇത് എൻ്റെ അമ്മയുടെ അമ്മ മരിക്കുമ്പം തൊട്ട പൊട്ട. അത് ഞാനൊരു ധൈര്യത്തിന് ഞാനത് അന്നും സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായി. ഇതെൻ്റെ ഒരു ധൈര്യം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ പേഴ്സിനകത്തുള്ളത്. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. ഇതെൻ്റെ പേർഷ്യൻ ക്യാറ്റ് സിംബ. അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നിന്ന് എങ്ങാണ്ടൊന്ന് എന്തോ ടോക്കൺ എടുത്തതിൻ്റെ ഉണ്ട്. ഇതാണ്. അത് ഞാൻ കളയാതെ വെച്ചിരിക്കുക കേട്ടോ. കുറേ നാളായതാണ് കേട്ടോ. എന്നാലും ഞാനത് കളയാതെ വെച്ചിരിക്കുക. അവളെയും കൊണ്ട് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പോയ ഡേറ്റൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.